പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അത്തരത്തിലുള്ള ഒരു ആലോചന നിലവിലില്ല. നമ്മൾ കേരള ആൻറ്റി റാഗിംഗ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3 and 4 പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരയാക്കപ്പെട്ടിട്ടുള്ള ബാക്കി കുട്ടികളുടെ ചോദ്യം ചെയ്യലും കൂടെ കഴിഞ്ഞാലാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിലവിൽ 11-ാം തീയതിയാണ് നമുക്ക് പരാതി തന്നിരിക്കുന്ന കുട്ടി കോളേജിലും പരാതി കൊടുത്തിരുന്നത്. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ സീനിയേഴ്സായിട്ടുള്ളവരെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ ഈ കുട്ടി കൊടുത്ത പരാതിയും അതിനൊരു കവറിംഗ് ലെറ്റർ സഹിതം പ്രിൻസിപ്പാൾ നമുക്ക് 11-ാം തീയതി റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ത്വരിതഗതിയിൽ നടപടിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പേരെ വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്തത്. ഈ ഒരു കേസ് മാത്രമല്ല, ഇതൊരു ഡിസംബർ 13-ാം തീയതി നടന്നൊരു ഇൻസിഡൻ്റാണ് ക്രൂരമായി പോയെന്ന് പറയുന്നത്. ആ സമാനമായ സംഭവം മറ്റു വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ 6 വിദ്യാർത്ഥികളാണ് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മറ്റ് സംഭവങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്ത് ഈ കൂടുതൽ വിക്ടിംസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമേ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. അങ്ങനത്തെ നെഗ്ലിജൻസ് ബാക്കിയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കും. കൂടുതൽ മൊഴിയെടുക്കലുകൾ ആവശ്യമുണ്ട് അതിന്. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. ഒരു വിദ്യാർത്ഥി നേരത്തെ ഏതോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവായിരുന്നു, ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ, കൃത്യമായിട്ട് അസോസിയേഷൻ്റെ പേര് ലഭ്യമായിട്ടില്ല, നേരത്തെ നേതാവായിരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രാഹുൽ എന്നുള്ള പ്രതിയാണ്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചു വരുന്നു. ഏതൊക്കെ മൊബൈൽ ഫോണുകളിൽ ഈ ദൃശ്യങ്ങളുണ്ട്, ഇത് ഏത് ഫോണിലാണ് ഇതിൻ്റെ ഒറിജിൻ, അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കും. വാട്സപ്പ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളാണ് പ്രചരിച്ചിട്ടുള്ളതെങ്കിൽ അവരുമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ സോഴ്സും കൂടി നമ്മൾ കണ്ടെത്തും. മദ്യപാനത്തിനായിട്ടാണ് ഇവർ എക്സ്റ്റോർഷൻ ചെയ്തത്, ഈ പണപ്പിരിവ് നടത്തിയത് എന്നുള്ളൊരു അറിവ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ലഹരി ഉപയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പോലീസിൽ പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പോലീസിൽ പരാതി ലഭിച്ചത് 11-ാം തീയതി ഈ ഇഷ്യൂ കോളേജിലെ പ്രിൻസിപ്പാൾ ടേക്കപ്പ് ചെയ്ത് അവരെ സസ്പെൻഡ് ചെയ്തതോട് അനുബന്ധിച്ചാണ് നമുക്ക് പരാതി കിട്ടിയത്. നമ്മൾ FIR രജിസ്റ്റർ ചെയ്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു രാഘവൻ കമ്മിറ്റി ഉണ്ട്. രാഘവൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസും UGCയുടെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസും കേരള പോലീസിൻ്റെ ഒരു സർക്കുലറുണ്ട് റാഗിങ് തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം പ്രകാരം നമ്മൾ നടപടി സ്വീകരിക്കും. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഡിജിറ്റൽ തട്ടിപ്പ് പെട്ട അധ്യാപികയുടെ 7.8 കോടി ലക്ഷം നഷ്ടപ്പെട്ട അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് സംഭവിച്ചു? ഇല്ല, ഇത്രയും വലിയ തട്ടിപ്പിനെ കുറിച്ച് അറിവായിട്ടില്ല. ജൂനിയേഴ്സ് ഒന്നുമില്ല, എല്ലാം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണല്ലോ.